അനന്തകൃഷ്ണനെ കസ്റ്റഡിയിലെടുത്ത് സമഗ്രമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുമെന്നാണ് ഇപ്പോൾ എറണാകുളം റൂറൽ എസ് പി വൈഭവ് സക്സേന 24-നോട് പറഞ്ഞത്. രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കെതിരായ ആരോപണത്തിൽ തെളിവുണ്ടെങ്കിൽ അന്വേഷണം ഉണ്ടാകും. കൂടുതൽ പേർക്ക് തട്ടിപ്പിൽ പങ്കുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും എസ് പി വ്യക്തമാക്കി. കൊച്ചിയിൽ നിന്ന് YS അഭിനന്ദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. എറണാകുളം റൂറൽ എസ് പി വൈഭവ് സക്സേന തന്നെ വിശദാംശങ്ങളുമായി ഇപ്പോൾ 24-നോടൊപ്പം ചേരുകയാണ്. അതിന് വലിയൊരു തട്ടിപ്പാണ്. അപ്പോൾ ഏത് നിലയിലേക്കാണ് ഈ പ്രതി അനന്തുവിലേക്ക് എത്തിയത്? ഇത് ആദ്യം നമുക്ക് CM പോർട്ടൽ വഴിയും മുഖ്യമന്ത്രി പോർട്ടൽ വഴിയും ഒരു പരാതി വന്നിരുന്നു. ആ പരാതി അന്വേഷിക്കാൻ SHO മൂവാറ്റുപുഴയിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ആ പരാതിയുടെ എൻക്വയറി നടക്കുമ്പോൾ നമുക്ക് മനസ്സിലായത് ഒരു തട്ടിപ്പാണ്. കാരണം 50% ഡിസ്കൗണ്ടിൽ 2 വീലർ നൽകാൻ വാഗ്ദാനം കൊടുത്തിരുന്നു. കുറച്ച് ആൾക്കാർക്ക് കിട്ടിയിരുന്നു, പക്ഷേ കുറേ ആൾക്കാർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഒരു അനന്തകൃഷ്ണൻ തൊടുപുഴ വാസിയാണ്. അയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ആയിരുന്നു. അയാൾ ഇതിൻ്റെ വെർജൻ അനുസരിച്ച് അയാൾക്ക് കുറേ NGOs പിന്നെ കുറേ CSR ഫണ്ട്സിനും പിന്നെ ബൾക്ക് ഓർഡർ കൊടുക്കുമ്പോൾ കുറച്ച് ഡിസ്കൗണ്ട് പോലെ ഇതെല്ലാ കമ്പനീസിനും ഓട്ടോമൊബൈൽ കമ്പനീസിനും കിട്ടാറുണ്ട്. അങ്ങനെ തെളിവ് ഇതുവരെ നമുക്കൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ട് റിമാൻഡ് ചെയ്തിരുന്നു. സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലേക്ക് പണം സമാഹരിച്ചതെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പലയിടത്തും. അതിനാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചതും. അപ്പോൾ അത് കൂടുതൽ അന്വേഷണം അവരിലേക്കും കൂടി നീളുമോ? ഓൾറെഡി ആ രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അറസ്റ്റ് ആൻഡ് റിമാൻഡായി. ബാക്കി ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് എല്ലാ നടപടി വളരെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. കണ്ണൂരിലും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, പറവൂരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല ഭാഗത്ത് ഇപ്പോൾ പോലീസ് സ്റ്റേഷനുകളിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലൂടെയുള്ള അന്വേഷണം ഇനി എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും നമുക്ക് ഒരു കേസ് പ്രത്യേകിച്ചും നോക്കണം. പിന്നെ നമ്മുടെ ജില്ലയിൽ ഒരു SIT ഓൾറെഡി ഫോം ആയിരുന്നു. DYSP മൂവാറ്റുപുഴ കീഴിൽ. നമ്മുടെ ജില്ലയിലുള്ള എല്ലാ കേസുകൾ വളരെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നോക്കുന്നുണ്ട്. ബാക്കി ജില്ലയിൽ രജിസ്റ്റർ ആയിട്ടുള്ള കേസുകളിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കിയിട്ട് ബാക്കി എല്ലാ എന്തെങ്കിലും ഈ നമ്മുടെ ജില്ലയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണം, അല്ലെങ്കിൽ ക്രൈം ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അത് മേലെ ഉദ്യോഗസ്ഥനെ ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനം ഉടൻ തന്നെ ആവും. ഈ തൊടുപുഴ സ്വദേശിയാണ് അനന്തകൃഷ്ണൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലമൊക്കെ എങ്ങനെയാണെന്ന്? ഇതിന് മുമ്പ് ഒരു ചീറ്റിംഗ് കേസ് ഉണ്ടായിരുന്നു. വലിയ തട്ടിപ്പാണല്ലേ ഉണ്ടായിട്ടുള്ളത്. 1000 കോടി കടക്കും ഈ തട്ടിപ്പിന്റെ കണക്ക് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് സജോ ദേവസിയും കൊച്ചിയിൽ നിന്ന് S ശ്യാംകുമാറും ചേരുന്നുണ്ട്. ആദ്യം സജോ ദേവസിയിലേക്കാണ്. സജോ, ഒരു വലിയ തട്ടിപ്പിന്റെ കണക്കുകളാണ് പുറത്തു വരുന്നത്. ഓഫർ നൽകാമെന്ന് പറഞ്ഞ് ഈ സ്കൂട്ടർ അടക്കം പകുതി വിലക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടുള്ള തട്ടിപ്പ്. അതിൽ കണ്ണൂരിൽ നിന്ന് തന്നെ വലിയ കണക്കും ഒരുപാട് സ്ത്രീകളെ പറ്റിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എന്താണ് പോലീസ് പറയുന്നത്? പോലീസിന്റെ അന്വേഷണം ഏതുവരെ ആയിട്ടുണ്ട്? യാർഡ് തേക്ക് മാഞ്ചി എന്നൊക്കെ പറയുന്നത് പോലെ മലയാളി അങ്ങനെ വ്യാപകമായി തട്ടിപ്പിന് തലവെക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം. അതായത് ഈ സംഭവം ആദ്യം എറണാകുളം ജില്ലയിൽ നിന്നാണ് പുറത്തു വരുന്നത്. മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് നടന്ന തട്ടിപ്പാണ് ആദ്യം പുറത്താവുകയും പിന്നീട് അതിന്മേൽ പരാതി ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ തൊട്ടു പിന്നാലെ ഈ അറസ്റ്റിന് പിന്നാലെ അനന്തകൃഷ്ണനാണ് മുഖ്യ ആസൂത്രകൻ. ഇയാളുടെ അറസ്റ്റിന് പിന്നാലെ ഇയാൾ ആദ്യം ഒരു NGO രൂപീകരിക്കുകയും പിന്നീട് NGOകളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുകയും അതിനുശേഷമാണ് ഈ പദ്ധതികളിലേക്ക് പോവുകയും ചെയ്തത്. കണ്ണൂരിൽ മാത്രം ഇതുവരെ പോലീസിന് മുന്നിലെത്തിയത് 2000-ഓളം പരാതികളാണ്. അതായത് ഈ പകുതി വിലയ്ക്ക് സ്കൂട്ടർ എന്നത് വനിതകൾക്ക് വേണ്ടി മാത്രം നടപ്പാക്കിയ പദ്ധതി എന്ന നിലയ്ക്കാണ് ആളുകളെ വിശ്വാസത്തിലെടുത്തത്. നേരത്തെ ഗൃഹോപകരണങ്ങൾ, തയ്യൽ മെഷീൻ അങ്ങനെ പലതും പകുതി വിലയ്ക്ക് കൊടുത്തു. ആളുകളുടെ വിശ്വാസം സ്വീകരിച്ചു. കണ്ണൂർ ജില്ലയിൽ 6 സീഡ് സൊസൈറ്റികൾ ഇവർ രൂപീകരിച്ചു. അങ്ങനെ അവിടെയുള്ള കോർഡിനേറ്റർമാരെയും പ്രൊമോട്ടർമാരെയും ഒക്കെ ഉപയോഗിച്ച് ആളുകളുടെ വിശ്വാസം അറിയിച്ചു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ സ്കൂട്ടർ പകുതി വിലയ്ക്കുള്ള സ്കൂട്ടറിൻ്റെ കേസിൽ മാത്രം ഏതാണ്ട് ഒരു 15 കോടിയോളം രൂപയുടെ തട്ടിപ്പ് കണ്ണൂരിൽ മാത്രം നടന്നു. ഇയാളുടെ അക്കൗണ്ടിലേക്ക് മാത്രം 400 കോടിയിലധികം രൂപ ഈ അനന്തകൃഷ്ണൻ്റെ അക്കൗണ്ടിലേക്ക് മാത്രം എത്തിയിട്ടുണ്ട്. അതിൽ തന്നെ കണ്ണൂരിലാണ് ഈ 2000-ഓളം ആളുകൾ തട്ടിപ്പിന് ഇരയായിട്ടുള്ളത് എന്നതാണ്. വ്യാപകമായും വിവിധ സൊസൈറ്റികൾ അവിടെ നിന്ന് അവരെല്ലാം 60,000 രൂപ വീതമാണ് ഓരോ ഗുണഭോക്താവും അല്ലെങ്കിൽ അങ്ങനെ പ്രതീക്ഷിച്ച് ഈ പകുതി വിലയ്ക്ക് സ്കൂട്ടർ കിട്ടും എന്ന് വിചാരിച്ച് 60,000 രൂപയാണ് ഓരോ ആളും നൽകിയിട്ടുള്ളത്. അങ്ങനെ 2000-ഓളം പരാതികൾ ഇപ്പോൾ മാത്രമുണ്ട്. ഇത് സ്കൂട്ടറിൻ്റെ കാര്യത്തിലാണ്. തുക വ്യത്യാസം മറ്റ് ഇനങ്ങളിലുമുണ്ട്. അതായത് ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ അങ്ങനെ പല ഉപകരണങ്ങളുടെയും കാര്യത്തിൽ അതിൽ കുറേയൊക്കെ വിതരണം ചെയ്തിട്ടുണ്ട്. അത് വിശ്വാസം നേടിയെടുക്കാനായിരുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അനന്തകൃഷ്ണൻ പലതവണ കണ്ണൂരിൽ എത്തിയിട്ടുണ്ട്. പല പ്രൊമോട്ടർമാരുടെയും യോഗങ്ങൾ, ഇവിടെ പല സൊസൈറ്റികൾ, അതിന് ഓഫീസൊക്കെ ഉണ്ട്. അങ്ങനെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നു. അതിനിടെ കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ ഇതിലെ ഒരു കോർഡിനേറ്റർ, ഒരു സെക്രട്ടറിയുടെ പരാതിയിൽ ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വളപട്ടണം, തളിപ്പറമ്പ്, മയിൽ, പയ്യന്നൂർ എന്നിങ്ങനെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 300-400 വനിതകളാണ് നേരിട്ടെത്തി അവരുടെ പരാതി അറിയിച്ചത്. എല്ലാം ഒരു FIR ആയി. അതായത് 2000-ഓളം FIRകൾ രജിസ്റ്റർ ചെയ്യുക പ്രായോഗികമല്ല. ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു വർഷം 800
എഫ്ഐആറുകൾ മറ്റേ രജിസ്റ്റർ ചെയ്യാറുള്ളൂ. പക്ഷേ അത്രയും വലിയ വിപുലമായ അത് സംസ്ഥാനത്ത് എമ്പാടുമായി 10,000 ഈ തട്ടിപ്പിന് ഇരയായി. അങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ വ്യാപ്തി എന്നത് വളരെ വിപുലമാണ്. അത്രയും കോടികൾ ഈ അക്കൗണ്ടിലേക്ക് അനന്തു കൃഷ്ണൻ്റെ വിവിധ അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അനന്തു കൃഷ്ണൻ അറസ്റ്റിലായതിന് പിന്നാലെയാണ് ഈ വിവരം. ഇത് ഏതാണ്ട് ഒരു 6 മാസം മുതൽ 8 മാസം വരെയും പൈസ കൊടുത്ത് കാത്തിരിക്കുന്നവരാണ് കൂടുതൽ പേരും. നിരന്തരമായി അവർ പിന്നീട് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ തരും എന്ന് പറഞ്ഞു. പിന്നീട് അത് ഭീഷണിയായി മാറുന്ന സാഹചര്യം ഉണ്ടായി. പലപ്പോഴും ചിലയിടങ്ങളിൽ അവർ പ്രൊമോട്ടർമാർക്കെതിരെയും കോർഡിനേറ്റർമാർക്കെതിരെയും ഒക്കെ പരാതി പറയുന്നുണ്ട്. അവർ പക്ഷേ പറയുന്നത് ഞങ്ങളും തട്ടിപ്പിന് ഇരയാവുകയാണ് ചെയ്തത്. ശരി സജോ, വ്യക്തമാണ് അത്തരത്തിലുള്ള തട്ടിപ്പാണ് നടത്തിയത് എന്നുള്ളത് സജോയുടെ റിപ്പോർട്ടിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാർ കൂടി ചേരുന്നുണ്ട്. ശ്യാം, കണ്ണൂരിൽ മാത്രം 2000 പരാതി എന്ന് പറയുന്നുണ്ട്. കൊച്ചിയിലാണ് ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ ഈ വാർത്ത കൂടി കണ്ടതിന് ശേഷം എത്രത്തോളം ആളുകൾ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്? നിലവിൽ എത്ര പരാതികൾ ലഭിച്ചിട്ടുണ്ട്? നേരത്തെ സജോ പറഞ്ഞ പോലെ തന്നെ കൊച്ചിയിൽ നിരവധി പരാതികൾ, പ്രത്യേകിച്ച് പറവൂർ സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയത് 2000-ലധികം പേരാണ്. അതായത് 2000 FIR ഒരു സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റേഷനിലെ പോലീസുകാർക്ക് വേറൊരു പണിക്കും പോകാൻ കഴിയാത്ത രീതിയിൽ FIRകൾ വരാൻ സാധ്യതയുള്ളൊരു കേസായി അവിടെ മാറിയിട്ടുണ്ട്. ഒറ്റ FIRൽ 2000 പരാതികൾ സ്വീകരിച്ചാൽ അത് കേരളത്തിലെ തട്ടിപ്പ് കേസുകളിൽ ഒരു ക്ലാസിക് എക്സാമ്പിളായിട്ട് മാറുകയും ചെയ്യും. പറവൂർ മാത്രമല്ല, മൂവാറ്റുപുഴയിലും കൂത്താട്ടുകുളത്തും അങ്ങനെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ പരാതികൾ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എത്ര തവണ പറ്റിക്കപ്പെട്ടാലും വീണ്ടും പറ്റിക്കപ്പെടാൻ തയ്യാറായി മലയാളി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ കേസും മനസ്സിലാക്കുന്നത്. 400 കോടി രൂപയാണ് ഒരൊറ്റ അക്കൗണ്ടിൽ മാത്രം വരികയും അതിൽ 3 കോടി രൂപ മാത്രമാണ് ഫ്രീസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്തത്. ആ പണമൊക്കെ ഉപയോഗിച്ച രീതികൾ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ പുതിയ വാർത്തകളായി നൽകുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പിൽ ഒരു പ്രതി വരുമ്പോഴും രാഷ്ട്രീയ നേതാക്കളെ അടക്കം ഈ തട്ടിപ്പിനെ സമർത്ഥമായി ഉപയോഗിച്ചു എന്നുള്ളതാണ് ഈ തട്ടിപ്പുകാരൻ്റെ ഏറ്റവും വലിയ ഗുണം. അത് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഈ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനും മറ്റും കൊണ്ടുവന്നിട്ടുണ്ട്. പോലീസുകാർ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. പോലീസുകാരെ ഈ പദ്ധതികളുടെ ഉദ്ഘാടനം നടത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെ കൊണ്ട് ഈ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിപ്പിച്ചിട്ടുണ്ട്. അത് ഭരണകക്ഷിയിൽ നിന്നും പ്രതിപക്ഷത്തു നിന്നും ഒക്കെയുണ്ട്. അങ്ങനെയൊക്കെയാണ് ജനങ്ങളുടെ വിശ്വാസം ഈ കേസിൽ അവർ നേടിയെടുക്കുകയും തീർച്ചയായും ചെയ്തത്. ജനപ്രതിനിധികളുടെ ആ ഒരു വാക്ക് കൂടി കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ വിശ്വസിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതിൽ തന്നെ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ പകുതി വിലക്കൊക്കെ സാധനങ്ങൾ കിട്ടുമോ എന്നുള്ളതാണ്. പോലീസുകാരും പറ്റിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. ഫണ്ട് NGOs ഇതിൽ ഇൻക്ലൂഡഡ് ആണെന്നൊക്കെ പറയുമ്പോഴേ ഈ CSR ഫണ്ട് എന്തായാലും ഇങ്ങനെ കുറെ പേരെ സഹായിക്കുകയൊക്കെ ചെയ്യുമല്ലോ. ചേച്ചി, ഈ CSR ഫണ്ട് കൊടുക്കുന്ന കമ്പനികളല്ലേ ഈ പ്രോഡക്റ്റ് ഫുൾ വിലയ്ക്ക് മാർക്കറ്റിൽ വെക്കുന്നത്? അവരുടെ പ്രോഡക്റ്റ് 10,000 രൂപയ്ക്ക് വിൽക്കുമ്പോൾ 5,000 രൂപയ്ക്ക് CSR ഫണ്ട് എന്ന് പറഞ്ഞ് വേറെ കൊടുക്കും അവരെ. മാത്രമല്ല, ഞാൻ ആലോചിക്കാൻ, ഈ 1000 കോടി രൂപ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ധനമന്ത്രി KN ബാലഗോപാൽ മറ്റന്നാളത്തെ ബജറ്റിൽ 250 രൂപ സാമൂഹ്യക്ഷേമ പെൻഷൻ കൂട്ടിക്കൊടുക്കാൻ പറ്റിയില്ല. മനുഷ്യരാണ് ഇതിൽ ഒരു ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ തിരക്ക് നമ്മൾ കാണുന്നതല്ലേ, അത് തന്നെയാണ്.